Dr. Cyril Thomas comes from a political family whose name is considered synonymous with political integrity in Kerala. As a young man, he worked closely with Appachan in the Janata Party and in the social movement for the prohibition of alcohol. Dr. Cyril Thomas is a member of the National Commission for Minority Educational Institutions of India and the former Vice Chancellor of Mahatma Gandhi University, Kottayam. He wrote the foreword for the book written by Anjali Mathai. I invite him now to come and speak to us. C Thomas അനുവദിച്ച 10 മിനിറ്റ് തന്നെയാണ് എനിക്കും അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും എൻ്റെ അഭിസംബോധന ചുരുക്കാൻ നിർബന്ധിതനാണ്. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, നേതാക്കന്മാരെ, സഹോദരന്മാരെ, അവിഭക്ത കോൺഗ്രസിലും പിന്നീട് തുടർന്നുള്ള കാലത്തും ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രീ PC ചെറിയാനായിരുന്നു എൻ്റെ നേതാവ്. അദ്ദേഹം എനിക്ക് മാർഗദർശിയായിരുന്നു, ഗുരുവായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെന്ററാണ് എല്ലാ അർത്ഥത്തിലും. ആ നിലയിലാണ് ഞാൻ എല്ലാ ദിവസവും ശ്രീ PC ചെറിയാനെ ഓർമ്മിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. കുക്കുവിൻ്റെ മകൾ PC ചെറിയാനെ പറ്റി ഒരു പുസ്തകം ദ കിങ് ഓഫ് ഹാർട്ട്സ് എഴുതുന്ന സമയത്ത് എന്നോട് അതിനൊരു അവതാരിക എഴുതണം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാനും കരുതുന്നു. പിന്നീട് ഇന്ന് ഈ പ്രകാശന വേളയിൽ ആ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി ബഹുമാനപ്പെട്ട C തോമസ് സാറിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ദൈവത്തിന് നന്ദി. ചെറിയാച്ചനുമായിട്ട് എനിക്കുണ്ടായിരുന്ന ആത്മബന്ധം വെച്ച് നോക്കിയാൽ ഈ 2 ഭാഗ്യങ്ങളും എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ചെറിയാച്ചൻ്റെ ഒരു അഡോപ്റ്റഡ് സൺ എന്നുള്ള നിലയിലാണ് കോൺഗ്രസിൽ എനിക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ടായത്. ഒരുപക്ഷെ എൻ്റെ പിതാവ് RV തോമസിനോടും എൻ്റെ അമ്മയോടുമുള്ള ചെറിയാച്ചൻ്റെ വളരെ അടുത്ത ബന്ധമായിരിക്കണം എന്നോട് അദ്ദേഹം ഇത്രമേലൊരു വാത്സല്യം എല്ലാ കാലത്തും ചൊരിയുന്നതിന് ഇടയാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ചെറിയാച്ചൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു നന്മ മരം എന്ന് നമുക്ക് പറയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. നേരത്തെ അതിവിടെ പലരും സൂചിപ്പിച്ചതാണ്. എനിക്കും അത് വളരെ അടുത്ത് അറിയാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് ധൈര്യമായി പറയാൻ കഴിയും. സംഭവബഹുലമായിരുന്ന ഒരു രാഷ്ട്രീയ കാലത്താണ് ശ്രീ PC ചെറിയാൻ ആ കാലഘട്ടത്തിൻ്റെ ഒരു കഥാപുരുഷൻ എന്നുള്ള നിലയിൽ ജീവിച്ചത്. നേരത്തെ ഇവിടെ C തോമസ് സാറും പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ദേശീയ നേതൃപദവിയിലേക്കാണ് ചെറിയാച്ചൻ ഉയർന്നുപോയത്. എല്ലാവരും അദ്ദേഹം കോട്ടയം PCC പ്രസിഡന്റ് ആയിരുന്ന കാലവും MLA ആയിരുന്ന കാലവും ഒക്കെ പറയുമെങ്കിലും ചെറിയാച്ചൻ ഒരു ബോൺ കോൺഗ്രസ്മാൻ ആയിരുന്നു. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന്റെ ആദർശങ്ങളോടാണ് അദ്ദേഹം എന്നും ഭക്തി പുലർത്തിയിരുന്നത്. കോൺഗ്രസ് സംസ്കാരത്തിന് വിരുദ്ധമാണ് ഇന്ദിരാഗാന്ധി നാമനിർദ്ദേശ പത്രിക ഒപ്പിട്ട് കൊടുത്തിട്ട് സജീവ റെഡ്ഡിക്കെതിരെ മനസാക്ഷി വോട്ടിന് ആവശ്യപ്പെട്ടത് എന്ന് അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ടാണ് അന്ന് വളരെ ധീരമായി ഇന്ദിരാഗാന്ധിയോട് എതിർപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നതിന് അദ്ദേഹം തയ്യാറായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയാച്ചന്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ ഒരു നേതാവിൻ്റെതായിരുന്നു എന്ന് നമുക്കറിയാം. നേരത്തെ അതും ഇവിടെ സൂചിപ്പിച്ചു. എൻ്റെ മനസ്സിൽ ചെറിയാച്ചനെ ആദ്യം കണ്ട
രംഗമുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ ഒരു KSU പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ഒരു കോൺഗ്രസ് ക്യാമ്പിൽ വെച്ചാണ് C Cherian കാണുന്ന. അദ്ദേഹം DCC പ്രസിഡന്റാണ്. ജുബക്കാരുടെ കാലത്താണ് അദ്ദേഹം സ്ലാക്ക് ഷർട്ടാണ് അദ്ദേഹത്തിന്റെ ചോയ്സ് ഷർട്ടായിട്ട് എടുത്തിരുന്നത്. അതൊരു വ്യത്യസ്തതയായിരുന്നു. അത് നല്ല കട്ടിയുള്ള കതറിലാണ് അദ്ദേഹം സ്ലാക്ക് ഷർട്ട് തയ്പ്പിച്ചിരുന്നത്. നല്ല ഇറക്കത്തിലാണ്. സാധാരണ ഷർട്ടിൽ നിന്ന് വ്യത്യസ്തമായി 2 സൈഡ് പോക്കറ്റും 2 ചെസ്റ്റ് പോക്കറ്റും പിന്നെ അഡീഷണലായി ഷർട്ടിന്റെ ഏറ്റവും അടിവശത്ത് ഒരു വീതിയുള്ള പോക്കറ്റും, അങ്ങനെ 5 പോക്കറ്റുകളുള്ള ഏക നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ PC Cherian അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചെറിയാച്ചന്റെ ഒരു പ്രിഫേർഡ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കളർ ചെയിൻ വാച്ചാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അദ്ദേഹം സ്ട്രാപ്പ് ഇടുമായിരുന്നു. അതെപ്പോഴും ഒരു ബ്രൗൺ ലെതർ സ്ട്രാപ്പാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ചില സമയത്ത് അദ്ദേഹത്തിന് വലത്ത് കയ്യിൽ വാച്ച് കെട്ടുന്ന ഒരു ശീലവും കാണിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു നമ്പറായിരുന്നു. അതുവഴി എല്ലാവരുടെയും ഒരു ശ്രദ്ധ വരും. ഞാനിപ്പോഴും ഓർക്കുന്നു, AM തോമസ് സാർ ഒരിക്കൽ ചോദിച്ചു, എന്താ കുട്ടി വലത്തു കയ്യിൽ വാച്ച് കിട്ടിയിരിക്കുന്നു? അത് തോമസിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ. എളുപ്പത്തിൽ നോക്കാൻ പറ്റുന്നത് വലത്ത് കയ്യിൽ വാച്ച് കിട്ടുക. അങ്ങനെ ഒരു ന്യായവും എന്ന് ചെറിയാച്ചൻ AM തോമസ് സാറിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വീതി കരയൻ കട്ടി കതർമുണ്ടും വീതി കരയൻ ഷോളും, അതൊന്നെങ്കിൽ പച്ചക്കര അല്ലെങ്കിൽ കറുത്ത കര. അതായിരുന്നു ചെറിയാച്ചന്റെ ഫേവേർഡ് കളർ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കോട്ടയത്ത് അന്ന് 2 പേരാണ് ബാറ്റയുടെ ഹാഫ് ഷൂ അവരുടെ ബ്രാൻഡായി കൊണ്ടു നടന്നിരുന്നത്. ഒന്ന് PC Cherian, ഒന്ന് ശ്രീ എബ്രഹാം ഈപ്പൻ പാലാമ്പടവുമാണ്. ഇവർ 2 പേരുമാണ് ഇതുകൊണ്ട് ഒരു വ്യത്യസ്തത കോട്ടയത്ത് എവിടെ പോയാലും. അപ്പൊ പുറത്ത് ഏതെങ്കിലും ഒരു പള്ളിയുടെ പുറത്തോ എവിടെയോ ഇങ്ങനെ ഒരു ചെരുപ്പ് കണ്ടാൽ ഒന്നുകിൽ പാലാമ്പടം അല്ലെങ്കിൽ PC Cherian പള്ളിയിൽ ഉണ്ട് എന്ന് അന്ന് ആളുകൾ, കോട്ടയത്ത് അന്ന് വളരെ ചുരുക്കം ആളുകൾ, ഞാനിവരെ 2 പേരെയുമാണ് അക്കാലത്ത് ഈ ഹാഫ് ഷൂ, ബ്ലാക്ക് ഹാഫ് ഷൂ ബാറ്റയുടെ ഉപയോഗിച്ച് കണ്ടിരുന്നത്. നര ഇതുപോലെ ഒരു കലയാക്കിയ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. KP മാധവൻ നായർ സാർ ഒഴിച്ചാൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയും PC Cherianനും മാത്രമാണ് അവരുടെ നര ഒരു അലങ്കാരമാക്കി കൊണ്ടു നടന്നിരുന്നത്. ചെറിയ ധാരാളം മുടി ഉണ്ടായിരുന്നു. അത് നന്നായി ചുരുണ്ട മുടി, ഹാഫ് ഹിപ്പി സ്റ്റൈലിൽ അദ്ദേഹം അത് ചീകി പുറകോട്ട് വെച്ചാണ് കൊണ്ടു നടന്നിരുന്നത്. അതൊക്കെ അന്നൊരു കാഴ്ചയായിരുന്നു. അദ്ദേഹം, നമ്മൾ പറയുമല്ലോ, ഒരു അപാരമായ ഒരു ഗെറ്റപ്പായിരുന്നു PC Cherianന്റെ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിലും കൂടെ അദ്ദേഹം ജീവിച്ചിരുന്ന സമൂഹത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ ഈ മുടിയുടെ സ്റ്റൈലൊക്കെ Cherianനെ കണ്ടായിരിക്കാം, പക്ഷെ ശരിയറിഞ്ഞുകൂടാ. ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരിക്കണം അതിന്റെ തുടക്കം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ Cherian അങ്ങനെ ഓരോ തരത്തിലും ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനാണ്. ആളുകൾക്ക് പലതരത്തിൽ അങ്ങനെയാണ്. പക്ഷെ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അപാരമായ സെൻസ് ഓഫ് ഹ്യൂമറാണ്. നേരത്തെ KT തോമസ് സാർ അദ്ദേഹത്തിന്റെ ഗവർണർഷിപ്പിനെ പറ്റി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് 1977 കോട്ടയത്ത് വെച്ച് നടക്കുന്ന, ആ ഒക്ടോബറിൽ നടക്കുന്ന ഒരു ദേശീയ മദ്യനിരോധന സമ്മേളനത്തിലേക്ക് മൊറാർജിയെ ക്ഷണിക്കുന്നതിന് ചെറിയാച്ചനും ഞാനും കൂടിയാണ് അന്ന് ഡൽഹിക്ക് പോകുന്നത്. സുശീല നായരാണ് അന്ന് ദേശീയ പ്രസിഡന്റ് മദ്യനിരോധന സമിതിയുടെ. ഞങ്ങൾ 3 പേരും കൂടി പോകാനിരിക്കുന്നു. അപ്പോ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഉച്ച കഴിഞ്ഞാണ്. അപ്പൊ സുശീല നായർ പറഞ്ഞു, Mr. Cherian, why not you go and see the Lok Sabha in the morning? അപ്പൊ ചെറിയാച്ചൻ എന്നോട് പറഞ്ഞു, ബേബൻ നമുക്കൊന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ അവർ ഞങ്ങൾക്ക് VIP പാസ് ഒക്കെ തന്നു. ഞങ്ങള്
ലോക്സഭ ഗാലറിയിൽ ഇരുന്ന് കാണുകയാണ്, സ്പീക്കേഴ്സ് ഗാലറിയിലാണ്. അപ്പോൾ ഒരു MP ബീഹാറിൽ നിന്നുള്ളതായിരിക്കണം, വളരെ പ്രായമുള്ള ഒരു MP ആണ്. അദ്ദേഹത്തെ രണ്ടാളുകൾ ഇങ്ങനെ പുറകിൽ നിന്ന് നമ്മളൊരു ഫ്രിഡ്ജ് തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ തള്ളിക്കൊണ്ടു പോകാൻ. വളരെ പ്രായമുള്ള ഒരു MP ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിഫായിട്ടുള്ള കയ്യിൽ ഒരു ചെറിയ ബ്രീഫ് കേസ് ഉണ്ട്, മറ്റേ കയ്യിൽ ഒരു വടിയുമുണ്ട്. അതിന് പുറമെയാണ് ഈ പുറകിൽ നിന്നുള്ള തള്ള്. അപ്പൊ ഇങ്ങനെ തള്ളി അദ്ദേഹത്തെ ലോക്സഭയ്ക്ക് അകത്തേക്ക് കൊണ്ടുവന്ന് കയറ്റി. അപ്പോൾ ചെറിയാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി. ഞാനും ഇത് കാണുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ ഗവർണർഷിപ്പിൽ അദ്ദേഹത്തിന്റെ പേര് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാലമാണ്. എന്നോട് പറഞ്ഞു, ബേബൻ, നമുക്ക് മൊറാർജിയെ കാണുമ്പോൾ ഇയാളെ ഗവർണറാക്കാൻ പറയും. ഞാൻ പറഞ്ഞ ചെറിയാന്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ്, ഇയാൾക്ക് പറ്റിയതാണ് ആ പോസ്റ്റ്. എന്നിട്ട് എന്നോട് അതിന്റെ കൂടെ പറഞ്ഞ കമന്റ്, ബേബൻ, ഐ ആം ടു യങ് ടു ബിക്കം എ ഗവർണർ. അതാണ് ഈ താരതമ്യം. അതായത് പറഞ്ഞ ചെറിയാന്റെ അപാരമായിട്ടുള്ള ഈ ഒരു സെൻസ് ഓഫ് ഹ്യൂമറാണ്. അത് പലർക്കും വളരെ അടുപ്പമുള്ളപ്പോഴാണ് ചെറിയാച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരാള് ചെറിയാച്ചനെ പറ്റി വളരെ വിമർശിച്ച് പ്രസംഗിക്കുകയാണ് കോൺഗ്രസിന്റെ. മുതലാളിയാണ് ചെറിയാൻ, എന്തിനാണ് ഈ തൊഴിലാളി നേതാവാണെന്ന് അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ചെറിയാന്റെ മറുപടിയാണ്, ഞാൻ മുതലാളിപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആൻസർ വന്നതെന്നുള്ളത്. ഞാൻ മുതലാളിപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്, അതുകൊണ്ട് എനിക്ക് ഇത് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലായിരുന്നു ചെറിയാന്റെ വളരെ ഏത് സിറ്റുവേഷൻ, ഈവൻ അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ്, ഈ തമാശകളൊക്കെ പറയാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഞാൻ ചുരുക്കട്ടെ, ഒരു മുൻ മന്ത്രിയുടെ സഹോദരൻ കോട്ടയത്ത് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പത്രം നടത്തിയിരുന്ന ആളായിരുന്നു. ചെറിയാൻ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് കണ്ടു. MLA ക്വാർട്ടേഴ്സ് ചെറിയാൻ അസംബ്ലി കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. ചെറിയാച്ചന് കോട്ടയത്തേക്ക് പോരണം. ചെറിയാച്ചൻ എന്നും കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയാണ് നിയമസഭ കൂടിക്കൊണ്ടിരുന്നത്. അതൊക്കെ പല തമാശകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ചെറിയാനോട് ചോദിച്ചു, ചെറിയാച്ചൻ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് കാർ ഇങ്ങ് വിട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ചെറിയാച്ചൻ പറഞ്ഞു മതി. 3 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം കാറ് തിരികെ MLA ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നത്. പക്ഷെ അതേപ്പറ്റി പറഞ്ഞപ്പോൾ ചെറിയാൻ പറഞ്ഞ ജസ്റ്റിഫിക്കേഷനാണ്. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്ത് പറയാം, കുറ്റം എന്റേതല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് കാറ് വിട്ടാൽ മതി എന്നല്ലേ ചോദിച്ചു. അദ്ദേഹം തൃശ്ശൂർക്കാണ് പോയത്. തിരുവനന്തപുരത്തും തൃശ്ശൂർക്ക് പോയി 3-ാം ദിവസം കാർ കൊണ്ട് തിരികെ കൊടുത്തു. അപ്പോഴും ചെറിയാച്ചന് അതിനകത്തൊരു പരിഭവമല്ല, അതിലെ അയാളുടെ സെൻസ് ഓഫ് ഹ്യൂമർ അത് ആസ്വദിക്കാനായിരുന്നു ചെറിയാച്ചൻ, അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സായിരുന്നു ചെറിയാച്ചൻ ഉണ്ടായിരുന്നത് ഞാൻ വിചാരിക്കുന്നു. അതില് എത്രയോ പേരെ പറ്റിയാണ് ചെറിയാച്ചന്റെ കൂടെയുള്ള യാത്രകൾ. ഏറ്റവും രസകരമായിരുന്നത് ചെറിയാച്ചന്റെ കൂടെയുള്ള യാത്രകളായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയോ തവണ, എത്രയോ ദൂരം. അപ്പോഴൊക്കെയുള്ള ആ സമയത്താണ് അദ്ദേഹം നേതാക്കന്മാരെ പറ്റിയുള്ള കഥകള്, കോട്ടയത്തുള്ള പഴയ കോട്ടയം കഥകള്, ബാറ്റാമദാമയെ പറ്റിയൊക്കെയുള്ള കഥകൾ ഇവിടെ പറയാൻ കൊള്ളുന്നതല്ല. എന്നോട് അദ്ദേഹം അതൊക്കെ ഇങ്ങനെ തമാശ പോലെ പറയുമായിരുന്നു. ഇതെല്ലാം പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നു. ശ്രീ PC ചെറിയാൻ വ്യത്യസ്തനായ ഒരു നേതാവായിരുന്നു, വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തെ അവസാനം ഞാനും അമ്മയും കൂടി വന്ന് കാണുമ്പോൾ, മൗണ്ട് വാർത്തയിൽ വന്ന് കാണുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെയും അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് അദ്ദേഹം 2-3 തവണ തലകുലുക്കി കാണിച്ചു. പക്ഷെ പേര് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത്, അദ്ദേഹം യാതൊരു റിഥവും തെറ്റാതെ, എൻ്റെ ഈണം തെറ്റാതെ കൊച്ചുകുഞ്ഞുപദേശിയുടെ ആശ്വാസഗീതം, ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ളത് എന്നെയും അമ്മയെയും ആവർത്തിച്ച് പാടിക്കേൾപ്പിച്ചതാണ്. ചെറിയാൻ സ്വർഗത്തിലിരുന്ന് തീർച്ചയായിട്ടും ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടാവും, കുഞ്ഞിനോട് അത് പറയുന്നുമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം.
Thank you, Dr. Cyril Thomas. Now it's time to move on to our commemorative speech. His oratorial skill is a folklore and he's a cultural icon of Kerala. Having him at home means a dining table discussion on a wide variety of topics from Vedanta and the Bible to architecture to public administration and whatever you can think of. He is also a prolific author and has won the prestigious Sahitya Academy Award for his magnum opus, Veda Shabda Ratnakaram. As the first collector of Idukki district with headquarters in Kottayam, he was closely associated with Appachan even before his brother, my father, married my mother. Dr. D. Babupal Velippan, I welcome you to come and address us. സഹോദരി സഹോദരന്മാരെ, ഇവിടെ ശ്രീ പി സി ചെറിയാനെ കുറിച്ച് ഇതിനോടകം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ആളുകൾക്ക് ഉള്ള അത്ര വ്യക്തിപരമായ അടുപ്പം എനിക്ക് അവകാശപ്പെടാനില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ കുമ്പസാരിച്ചു കൊള്ളട്ടെ. ശ്രീ പി സി ചെറിയാനെ കുറിച്ച് ഉള്ള എന്റെ ഓർമ്മകളുടെ ആരംഭം ഞാൻ ആലുവ കോളേജ് ക്യാമ്പസിൽ വെച്ച് 50കളുടെ പാതിയിൽ ആലുവയിൽ കുളിച്ചു താമസിക്കാൻ വന്ന ഒരു ധനികനാണ് എന്ന് പറഞ്ഞ് ആരോ എന്നെ കാണിച്ചു കൊടുത്തതാണ്. പിന്നീട് അദ്ദേഹത്തെ അടുത്തറിയാൻ എനിക്ക് സന്ദർഭമുണ്ടായത് ഞാൻ കോട്ടയത്ത് കളക്ടറായി വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് വ്യക്തിപരമായ സ്മരണകൾ ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾക്ക് ഉള്ള അത്രയും എനിക്കില്ല എന്ന് ആമുഖമായി പറയുന്നു. എന്നാൽ ശ്രീ പി സി ചെറിയാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത് പറയുന്നതിന് പകരം മറ്റൊരു കാര്യം ആദ്യം പറയണമെന്ന് ഇന്ന് രാവിലെ എനിക്ക് തോന്നി. ഇന്ന് രാവിലെ ഞാൻ വായിച്ച വേദഭാഗം ഇവിടെ ഇരിക്കുന്നതിൽ പകുതി പേർ ബൈബിളായി അംഗീകരിക്കാത്തതും ശേഷം പകുതി പേർ വായിച്ചിരിക്കാൻ ഇടയില്ലാത്തതുമായ പഴയ നിയമത്തിലെ സിറാഖ് എന്ന പുസ്തകത്തിന്റെ 47-ാം അധ്യായമാണ്. അവിടെ ദാവീദിനെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് സൂചിപ്പിക്കുകയാണ്. സൂര്യവംശത്തിൽ ശ്രീരാമൻ എന്നതുപോലെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് ദാവീദ്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയും ഏറ്റവും വലിയ കോടീശ്വരനുമായിരുന്നു ദാവീദിന്റെ പുത്രനായ ശലോമോനെങ്കിലും ഇന്നും 3500 വർഷങ്ങൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുന്നത് ദാവീദാണ്. ഇന്ന് രാവിലെ ദൈവം എനിക്ക് ആ ഭാഗം കാണിച്ചു തന്നത് യാദൃച്ഛികമായിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു പി സി ചെറിയാൻ താൻ ഏർപ്പെട്ട എല്ലാ ജീവിത വ്യവഹാര ഭൂമികളിലും ദാവീദിനെ പോലെ ആയിരുന്നു. അദ്ദേഹത്തിന് സമശീർഷനായി മറ്റൊരാളില്ല. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം നഗരത്തിൽ, സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ. അതായിരുന്നു പി സി ചെറിയാന്റെ ഏറ്റവും വലിയ മഹത്വം. കാളിദാസൻ രഘുവംശത്തിൽ ദിലീപ മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് ആകാര സദൃശ പ്രജ്ഞാഹ പ്രജ്ഞയാ സദൃശ ആഗമ ആഗമൈഹി സദൃശ ആരംഭ ആരംഭ സദൃശോദയ എന്നാണ്. ഇത് പി സി ചെറിയാനെ കുറിച്ചും പറയാവുന്നതാണ്. ആകാര സൗഷ്ഠവം കൊണ്ടും ആജാനുബാഹു എന്നുള്ള സ്ഥൂലത കൊണ്ടും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന ആളായിരുന്നു. ആ ആകാരത്തിന് ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധി. ആ ബുദ്ധിക്ക് ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗമം. ആഗമം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്നാണ് അർത്ഥം. ആ ആഗമത്തിന് ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരംഭ. ആരംഭ എന്ന് പറഞ്ഞാൽ ഉത്സാഹം, എന്തൂസിയാസം എന്നാണ് അർത്ഥം.
ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ ദിലീപ രാജാവ് വിജയിക്കാതെ മറ്റെന്തു ചെയ്യും എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. അത് ആണ് കുട്ടിച്ചായനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഗതി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ സ്വഭാവ മഹിമയുടെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നമ്മൾ കണ്ടത്. റോബർട്ട് ലീയുടെ പിതാവ് ഹെൻറി ലീ ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യത്തിന്റെ പരാവർത്തനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്യൂരിറ്റി ഓഫ് പ്രൈവറ്റ് ക്യാരക്ടർ ഗേവ് എഫൾജൻസ് ടു ഹിസ് പബ്ലിക് വെർച്യൂ എന്നാണ് വാഷിംഗ്ടനെ കുറിച്ച് പറഞ്ഞത്. കുട്ടിച്ചായനെ കുറിച്ചും അത് തന്നെ പറയാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ആദർശ ശുദ്ധിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അച്ചടക്ക ബോധത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മാർട്ടിൻ ലൂതറിനെയാണ്. മാർട്ടിൻ ലൂതറിനെ ജർമ്മൻ ഡയറ്റിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് സമാധാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജർമ്മനിയിൽ പറഞ്ഞത്, എനിക്ക് ഈ വാക്ക് മാറ്റാൻ കഴിയുകയില്ല. ഹിയർസ്റ്റേ ഇക് ഇക് കാൻ നിക്ട് ആൻഡേഴ്സ് എന്നാണ്. വളരെ വിശുദ്ധമായ ഒരു കൊട്ടേഷനാണത്. അദ്ദേഹം പറഞ്ഞു, I neither can nor will retreat, for it cannot be right for a Christian to speak against his conscience. ഇത് മാർട്ടിൻ ലൂതർ ആ കാലത്ത് ജർമ്മനിയിലെ ഭരണാധികാരികളോട് മുഖത്ത് നോക്കി പറഞ്ഞ വാക്യമാണ്. അതുപോലെ ഒരാശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീ പി സി ചെറിയാൻ സംഘടനാ കോൺഗ്രസ് ഒരു മുങ്ങുന്ന വഞ്ചിയാണ് എന്നറിഞ്ഞിട്ടും തന്റെ ആദർശ ശുദ്ധിയുടെ പ്രതീകമായി അതിൽ നിലനിർത്തി.